നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വളച്ചു കേട്ടാ കാര്യം പറച്ചിട്ടപ്പാ. എടി എന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. ആ എടി ACP ചന്ദ്രബോസ് വീണ്ടും സർവീസിലേക്ക്. എന്താ മോളത്? എടാ നീ അവരിവിടെ വന്നപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ബലമായിരുന്നേനെ. മോനെ, നിന്റെ അച്ഛനാകെ തകർന്ന അവസ്ഥയില്ല. മോനെ, ഇത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വാ. എന്തെങ്കിലും ഒരു തീരുമാനം വന്നിട്ടുണ്ടാക്ക്. അല്ല മാം, ഇതിപ്പോ എത്ര രൂപയാ നമുക്ക് വന്നിരിക്കുന്ന ബാധ്യത? അതിപ്പോ അറിഞ്ഞാലല്ലേ ഇതെങ്ങനെ പരിഹരിക്കാന്നുള്ളത് നമുക്ക് ചിന്തിക്കാനെങ്കിലും പറ്റുള്ളൂ. അത് 15 കോടി രൂപയാണ്. ആ ഉപേന്ദ്രനും ആ മന്ത്രിയും കൂടി നമ്മളെ ചതിച്ചതാ. 15 കോടിയോ? അമ്മേ, അതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ കുടുംബത്തിന്റെ അടിവേര അവരെല്ലാവരും ചേർന്ന് ഇളക്കിയത്. അമ്മ ടെൻഷൻ അടിക്കാതിരിക്കേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാനിപ്പോ തന്നെ വരാം. അമ്മ അച്ഛനോട് ടെൻഷൻ അടിക്കണ്ടെന്ന് പറ കേട്ടോ. ശരി. വിഷ്ണുട്ടാ, എന്താ? വിഷ്ണുട്ടാ, എന്താ? പറഞ്ഞിട്ട് പോ. ഞാൻ വിളിക്കാം. ബിഗ് ഫ്രണ്ട് പോവാണോ? പോയിട്ട് വരേ. എന്നാ ഞാനും കൂടി വരട്ടെ. പിന്നെ കൊണ്ടുപോവാം. ബിഗ് ഫ്രണ്ടിന് പറ്റിയേ? അറിയില്ല മോളെ, എന്താ വിഷ്ണു പെട്ടെന്ന് പോയത്? അറിയില്ല അമ്മ. മോള് വാ. ദേവി, ഉള്ള സന്തോഷം വീണ്ടും. കാട്ടിൽ കയറി മരം മുറിക്കാനുള്ള ലൈസൻസ് ഒപ്പിക്കുക, എന്നിട്ട് അനധികൃതമായി പരിസ്ഥിതിയെ വെല്ലുവിളിച്ചുകൊണ്ട് അനുമതി തരാത്ത മരങ്ങൾ വെട്ടുക. പരിസ്ഥിതി പ്രവർത്തകർ കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. കോടതിയിലെത്തിയ നഷ്ടപരിഹാരം സർക്കാരിന് കൊടുക്കേണ്ടി വരും. അതായത് സത്യാമ്മയുടെ പ്രോപ്പർട്ടി വെച്ചാണ് എടുത്തിരിക്കുന്നതെങ്കിൽ കോടതിയിൽ കേസ് പോയാൽ കുടുംബത്തോടെ ഇറങ്ങേണ്ടി വരും.
ഈ ആട്ടം പോരെ മോളെ, നല്ല ഊഞ്ഞാല് കെട്ടി തന്നെ ആടണം. ചിറ്റപ്പം വലിയ സന്തോഷത്തിലാണല്ലോ. പിന്നെ അല്ലാതെ. എന്നാ പിടിക്ക്. എടുക്ക് മോളെ. ആ. എടീ, സർവേശ്വര ചില സമയത്ത് ചില കളികളൊക്കെ കളിക്കും. സംഗതി എല്ലാവർക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടൊക്കെയാണ് സംഭവിക്കുക. പക്ഷേ എന്നെ സംബന്ധിച്ച് ഗുണം മാത്രമാണ് ഉണ്ടാവുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാടി നിന്റെ ചിറ്റപ്പ സന്തോഷിക്കാതിരിക്കുന്നത്? വളച്ചു കേട്ടാതെ കാര്യം പറ ചിറ്റപ്പ. എടി, എന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. ആ എടി, ACP ചന്ദ്രബോസ് വീണ്ടും സർവീസിലേക്ക്. എന്താ മോളത്? ചിറ്റപ്പ സന്തോഷത്തോടെ കൊണ്ടുവന്നല്ലേ? സന്തോഷം ചിറ്റപ്പന് മാത്രം മതിയോ? എനിക്ക് വേണ്ടേ? എനിക്ക് സന്തോഷം കിട്ടാത്തതുകൊണ്ട് മാനസികമായി ചിറ്റപ്പന്റെ സന്തോഷത്തിൽ എനിക്ക് പങ്കുകൊള്ളാൻ പറ്റുന്നില്ല. എടി, അങ്ങനെ മോക്കൊരു സങ്കടം ഉണ്ടെങ്കിൽ അത് ചിറ്റപ്പനെ അറിയേണ്ടതാണല്ലോ. നീ കാര്യം പറ. ഈ സങ്കടം ചിറ്റപ്പന് അറിയാവുന്ന തന്നെയാ. നമ്മുടെ വർഗശത്രുവിന്റെ പരാജയം അല്ല ഇവിടെ നടന്നിരിക്കുന്നേ, വിജയവാ. അതില് സന്തോഷിക്കാൻ സുസ്മിത കിട്ടില്ല. എന്റെ മോളെ, എന്താണെന്ന് വെച്ചാ നീ ഒന്ന് തെളിച്ചു പറ. ഇപ്പൊ വളച്ചെടുത്ത നീയാണേ. വിഷ്ണു ശാലിനി ഒന്നിച്ചതായി എനിക്ക് വിവരം കിട്ടിച്ചിട്ടപ്പാ. രണ്ടുപേരും പുതുമോടികളെ പോലെ ബീച്ചിലും പാർക്കിലും ഒക്കെ കറങ്ങി നടക്കുക. രണ്ട് ധ്രുവങ്ങളിൽ ഇരിക്കേണ്ടവർ ഒന്നിച്ച് മധുവിധം ആഘോഷിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോ ആർക്കാ ചിറ്റപ്പ സന്തോഷം തോന്നേ? ഞാൻ സന്തോഷിക്കണമെങ്കിൽ അവർക്കിടയിൽ ഭീകരമായ പ്രശ്നങ്ങൾ ഉണ്ടാവണം, ദുരന്തങ്ങൾ സംഭവിക്കണം. ഇല്ലെങ്കിൽ ഞാൻ നീറി നീറി ചാവും. എടി, അവരെ എങ്ങനെ ഒരുമിക്കാനാ എന്റെ സുസ്മിതേ? എടി, അവരെന്നും ഇങ്ങനെ അകന്നു നിൽക്കാൻ വിധിക്കപ്പെട്ടവരാ. എടി, അവന്റെ അമ്മ സത്യഭാമയല്ലേ? 4 ചുറ്റി കണ്ണും ചെവിയുണ്ട്. ഇവരനങ്ങി അവരറിയും. ആ സ്ഥിതിക്ക് ഒളിച്ചല്ലാതെ ഒന്ന് മിണ്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എടി, ഇപ്പം തന്നെ ആ കുട്ടിയുടെ കാര്യം. അതെ, ഒരിക്കലെങ്കിലും ഈ വിവരം സത്യഭാമയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇവർക്ക് പറ്റില്ല. പിന്നെ അവരെങ്ങനെ ഒന്നിക്കുന്നോ നീ പറയുന്നേ? ചിറ്റപ്പ, സത്യഭാമയുടെ ജീവൻ എന്ന് പറയുന്നത് വിഷ്ണു തന്നെയാ. അവനെ ആശ്രയിച്ച സത്യഭാമയുടെ അഹങ്കാരവും ആഗ്രഹങ്ങളും നിലനിൽക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ അമ്മയ്ക്കൊപ്പം മകൻ നിൽക്കണമെങ്കിൽ അമ്മ ശാലിനിയെ അംഗീകരിച്ചേ ഒക്കൂ എന്നൊരു നിലപാട് വിഷ്ണു എടുത്ത മകന്റെ സ്നേഹം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അമ്മയ്ക്ക് അവരെ അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം വന്നാ അവരൊന്നിക്കില്ലേ? നമ്മൾ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന ഈ ലക്ഷ്മണരേഖ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞ അവര് ജയിക്കും, അവരൊന്നിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.